മക്കളെ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? പുതിയ നിക്കറുകളൊക്കെ ഉണ്ടാക്കുന്നത് സ്റ്റീൽ കൊണ്ടാണ്. കാരണം എന്താണെന്നറിയോ? ഈ നിക്കറുകൾക്ക് ബ്ലേഡുകളും മറ്റു ഉപകരണം കൊണ്ടുള്ള നാശനത്തെ തടയാൻ കഴിയുന്നു. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? അതെ, നമ്മളെ 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ ലോഹങ്ങൾ എന്ന പാഠത്തിൽ നമുക്ക് വിവിധതരം സ്റ്റീലുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ ഒരു സ്റ്റീലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞ സ്റ്റീൽ. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ഘടകമൂലകങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ്. എല്ലാ സ്റ്റീലിലുമുള്ള ഘടകമൂലകങ്ങളാണ് ഒന്ന് അയേൺ ഇരുമ്പ്, മറ്റൊന്ന് കാർബൺ. ഇരുമ്പും കാർബണും കൂടാതെ പിന്നെ നമ്മൾ പറഞ്ഞു നിക്കർ. എങ്ങനെയാണ് നിക്കർ ഇവിടെ വരുന്നത്? നിക്കർ എന്ന് പറയുമ്പോൾ Ni അഥവാ നിക്കലും അതേപോലെ Cr അഥവാ ക്രോമിയോ. ഈ നിക്കലും ക്രോമിയോമാണ് നമ്മൾ നിക്കർ എന്ന് പേരിട്ടത്. അപ്പോൾ എല്ലാ സ്റ്റീലിലും അയണും കാർബണും ഉണ്ടാകും. അതുകൂടാതെ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉള്ളത് നിക്കറാണ്, നിക്കലും ക്രോമിയവും. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ബ്ലേഡ് കൊണ്ടും ഉപകരണങ്ങൾ കൊണ്ടും ഇത് നശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറയാൻ കാരണം? അതെ, ബ്ലേഡുകൾ നിർമ്മിക്കാനും വീട്ടുപകരണങ്ങൾ നിർമ്മിക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏതാണ്? അത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഈ സ്റ്റീലിന്റെ പ്രത്യേകത ചോദിച്ചാൽ നമ്മൾ പറയണം, ഇത് ലോഹ നാശനത്തെ പ്രതിരോധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കെമിസ്ട്രി പുതിയ സിലബസ് പ്രകാരം വളരെ എളുപ്പത്തിൽ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് കൂടുതൽ കോൺസെപ്റ്റ് കൃത്യമായി പഠിക്കാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സ്റ്റഡി ടേബിൾ യൂട്യൂബ് ചാനലിലേക്ക്.